ഞങ്ങളിപ്പോ വളരെ ഫ്രീ ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന എല്ലാ ആൾക്കാരെയും പറ്റി പറയാം. ഓക്കെ, ജോർജിനെ പറ്റി തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നതാണ്. ഒരു എല്ലാം ഓപ്പൺ ആയിട്ട് ഞങ്ങൾ പറയാൻ പോകും. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവില്ല. അപ്പൊ എന്തായാലും ഡിപ്പാർട്ട്മെന്റ് ജർമ്മനി പോകണം. കുറച്ച് ജോർജ് സത്യം പറഞ്ഞാല് ജോർജിനെ പോലെ ഇങ്ങനെ കൈയിട്ട് വന്ന് വാരി തിന്നുന്ന ഞാൻ കണ്ടിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പം ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്നത് ഞങ്ങളുടെ അക്കയ്ക്ക് വേണ്ടിയാണ്. ഐ മീൻ ഈ തൂത്ത് വരാനും വേസ്റ്റ് എടുത്തു പോകുന്നത്. അപ്പൊ ജോർജ് വീട്ടിൽ വന്നു കയറി കഴിഞ്ഞാൽ ആ ആന്റിയുടെ ജോലി പകുതി പോകും. തീർക്കും ഒറ്റയെടുത്തു. യാത്രക്കാരുടെ ശ്രദ്ധിക്കില്ലേ, ശ്രീനിവാസം വന്നു കഴിഞ്ഞാല് കൂടുതൽ വേസ്റ്റ് ആയിട്ട് പോകുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ ജോർജിനെ ഓർക്കും. ജോർജ് കുറച്ച് ഫുഡുണ്ട്, നല്ല ഫുഡുണ്ട്, നല്ല ഫുഡ് കിട്ടിയത്. കാരണം അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു തരം സെർച്ചിങ് ആണ്. ഓടിപ്പോയി വന്ന് വേഗം ഫ്രിഡ്ജ് ഓർക്കണം, അതിലൊക്കെ തട്ടിട്ട് വൈ എന്റെ റത്തിന് എന്റെ റത്തിന്. പക്ഷേ ഇത് സത്യമാണ്, ഇത് സത്യമാണ്, വേറൊരു സത്യമാണ്. സത്യോടെ പറയാം, ജോർജ് പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾ ഈ ഫ്രിഡ്ജിലും അല്ലെങ്കിൽ കാണാൻ പറ്റുന്നവർക്ക് വെക്കുന്നതെന്ന് വെച്ചാൽ കേടായ സാധനങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടാത്ത സാധനങ്ങളാണ്. അതൊരു സമയമില്ല, പാചകത്തിനടിയിലൊക്കെയാണ് ഞങ്ങൾ നല്ല സാധനങ്ങൾ വെക്കാറുള്ളത്. അത് ജോർജിന് വേണ്ടതാണ്. അന്നൊരു ദിവസം ജോർജ് വന്നതാ. അപ്പൊ ജോർജ് വരുന്ന എനിക്ക് മനസ്സിലായി. ആ നേരത്തെ ഞാൻ പുറത്തുനിന്ന് ചിക്കൻ കറി ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. ജോർജ് വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് അവർ കൊണ്ടുവന്നു. അത് ഞാൻ വിചാരിച്ചു ജോർജ് വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് തപ്പും. അപ്പൊ ഞാനത് പോയിട്ട് കാസറോളിൽ വെച്ച് അടച്ചു വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കാം എന്താ ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ വേഗം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മുന്നിൽ ഇങ്ങനെ വെച്ചു. ജോർജ് എന്നിട്ട് ഓടി വന്നു. ഞാൻ എന്റെ സെറോക്സ് ഒക്കെ എടുത്ത് അവിടെ ആകെ നോക്കി എന്റെ തിന്നാണ്ടത് വന്നു. ഞാൻ അപ്പൊ അവസാനം തന്നെ ഇങ്ങനെ നോക്കി വന്ന് കാസറോളിന്റെ അടുത്തായിരുന്നു. ഞാനപ്പോ ഉടനെ അവിടെ തൊട്ടപ്പുറത്ത് കുറച്ച് കോൺഫ്ലെക്സ് ഇരിക്കണ്ടായിരുന്നു. അത് കൈ കൊടുത്തു. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. പിന്നെ വേറെ കേസുണ്ട്. വീട്ടില് തല്ലുണ്ടാക്കി ഒരു ദിവസം ഫുഡ് അടിക്കാൻ വീട്ടിൽ നിന്ന് വീട്ടില് പണക്കുണ്ടാക്കും അപ്പച്ചനായിട്ട്. എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പച്ചൻ പറയും, നീ ഇത്ര എന്തിനാണല്ലോ ഓർഡർ എടുക്കണേ, ഇത്രയും കഷ്ടപ്പാട്ട് പഠിക്കണമെന്ന് തന്നെ എനിക്കൊരു പ്രാന്തമില്ലായിരിക്കും. വീട്ടിൽ അലമ്പുണ്ടാക്കിയിട്ട് വരുന്നിട്ട് ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കും. അവിടെ പട്ടിണി എടുക്കുന്ന ഇത് ഭാവിക്കും, ഇവിടെ ഒന്ന് ഫുഡ് അടിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കും. സത്യമായിട്ടും പറയുകയാണെങ്കിൽ ഭക്ഷണത്തിന്റെ വില ഞാൻ അറിഞ്ഞത് ജോർജ് തിന്നുന്നു. പക്ഷെ ജോർജ് ഓരോ ഹാപ്പി മൊമെന്റ്സ് അതിന്റെ അടുത്ത ആൾക്കാണ് കട മതിയാണ് അവനെ ചത്തു. ജോർജ് എന്തായാലും ജർമ്മനി പോകുന്നവരാണ് ഞങ്ങൾ ഇത്രയും പറയുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കണം ജോർജിനെ പറ്റി. ആ അടുത്ത ടീമുകള് ചിരിക്കാൻ വേണ്ടി നല്ല ഞാൻ സുനിലേട്ടന് വേണ്ടി ഞാനൊന്നും പറയാം. സുനിലേട്ടൻ വളരെ വളരെ ഡീസന്റ് ആയിരുന്നു. ജോവൻചേട്ടൻ നല്ലതാണെന്നാണ് പറയുന്നത്. ജോവൻചേട്ടൻ പണ്ട് പോലെ ഇൻഡീസന്റ് ആണ്. ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന പോലെ അറിയത്തില്ലെങ്കിലും ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങള് സെൽഫ് ഗ്രൂപ്പ് പോലൊക്കെ കൂടിയിട്ടുണ്ട്. അവിടെ ഏറ്റവും ചെറിയ ആൾക്കാർ എന്ന് പറയുന്നത് അവർ രണ്ടുമാണ്. പ്രായം കുറഞ്ഞ ആൾക്കാര്. അവർ 81 ആണ്. ഞങ്ങളൊക്കെ അത് കഴിഞ്ഞ് വന്നത്. ഞങ്ങൾ 86, 87. അപ്പൊ 83, 84 ഒക്കെയാണ്. ശരിക്കും സുനിലേട്ടനെ ആദ്യം കണ്ടപ്പോ ഞങ്ങൾ എപ്പോഴും സുനിലേട്ടൻ്റെ അടുത്ത് പറയാറ് മുടി വെട്ടാൻ. പക്ഷെ ആള് സാംസന്റെ പോലെയാ, മുടി വെട്ടി കഴിഞ്ഞ് സക്തി പോകും. അത് മാത്രമല്ല, മുടി ഉണ്ടെങ്കിൽ മാത്രമേ PhD കിട്ടുള്ളൂ, സയന്റിസ്റ്റ് ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോ ആള് പറഞ്ഞത് മുടി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് സാറ് ചോദിച്ചു സാറേ, സയന്റിസ്റ്റ് ചോദിച്ചു കുറെ അപ്രൂവ് ചെയ്യുന്നു. ആള് ചോദിച്ചു എന്താ ഈ മുടി വെട്ടാൻ കിടക്കുന്നത്? പറഞ്ഞു, ഇത് ഞാൻ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തിരിക്കുകയാണ്, എന്ന് എനിക്ക് PhD കിട്ടുന്നു വന്നേ മുടി വെട്ടു.
അത് പറഞ്ഞപ്പോ ജോർജിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ജോർജ് പറഞ്ഞു അവൻ എന്ന് പരീക്ഷ എഴുതി തീരുന്നു അന്ന് അവന്റെ കോളേജിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം പടക്കം പൊട്ടിക്കുക. അടുത്ത ആഴ്ച ജിആറിക്ക് അവന് 10 കിട്ടുവാണെങ്കിൽ അന്നേ കുളിക്കുന്നു പാവം മരിയ ചേട്ടനെ പറ്റിയുള്ള അവന്റെ സ്വന്തം പെങ്ങളിവിടെ മരിയ നമ്മുടെ സൈഡാ. ഇത്രയ്ക്കും വാല്യൂ ഉണ്ടാവില്ല വാ അവിടെ പോയാൽ കഴിഞ്ഞു. ഇനി നിനക്ക് പറയാം. അതെ അതെ ഇനി ഞാൻ അടുത്ത കണ്ടിന്യൂഷൻ ഇത് മതിയില്ലേ വേറെ ഒക്കെയല്ലേ? ചേച്ചി